ഹലോ ഗൈസ്, ഇന്ന് തലശ്ശേരി സ്റ്റൈലിലൊരു ബിരിയാണി കണ്ടാലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു മന്തി ഇട്ടായിരുന്നു. ഇതൊന്നും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യൂസ് ചെയ്യുന്ന കൈമ എന്ന് പറഞ്ഞ റൈസ്. ഇതൊരു ചെറിയ ചെറിയ റൈസാണ്. അപ്പം ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പാകം ചെയ്യാൻ. കാരണം ഇതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് സവാള എടുത്ത് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. അത് അവസാനം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ കിസ്മിസ് ഇട്ടിട്ട് അതിനൊന്ന് വറുത്തെടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാരണമാണ് യൂസ് ചെയ്യാത്തത്. പിന്നെ ഈ തക്കാളിയും എല്ലാം മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിന് അധികം മസാലയൊന്നുമില്ല. എന്നിട്ട് അതിന് ചിക്കനൊക്കെ ഇട്ടിട്ട് അതിനെ നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പും അങ്ങനെ ചെറിയ കുറച്ച് എല്ലാ മസാലകളൊക്കെ കുറച്ച്, പിന്നെ അവസാനം ഈ ചിക്കനൊന്ന് എന്താ പറയുക സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിക്കാം. പിന്നെ അരി സെറ്റാക്കാനാണ്. അപ്പോൾ ഇതിൽ നെയ്യും പിന്നെ കുറച്ച് ഏലക്കായും പട്ടിയും ഇതൊക്കെ ഒഴിച്ച് ഒന്ന് അരിയും ജസ്റ്റ് ചുമ്മാ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് അങ്ങനെ ചെയ്താൽ മതി. അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിങ്ങനെ പതുക്കെ പൊന്തി വരും. വെള്ളം ഒഴിക്കുമ്പോഴേക്കാണ് വെള്ളം വറ്റി വരുമ്പോഴേക്കും അതിങ്ങനെ ബിരിയാണി ഇങ്ങനെ സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഈ അരി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അരി വെന്തപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് നമ്മൾ അരി ഒഴിക്കാം, അരി ഇടാം. അപ്പം ഈ അരി ചെറുതായിട്ട് ഇങ്ങനെ പശപ്പ് പോലെ തോന്നിയെങ്കിലും പക്ഷെ കുറച്ച് ചൂടാറി കഴിയുമ്പോൾ അത് നല്ല സെറ്റാകും. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവാളയും ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ മേലെ വിതറാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ബിരിയാണിയുടെ ഒരു ടെക്സ്ചർ ആവുന്നതും സ്മെല്ല് വരണതും നല്ല ടേസ്റ്റും വരണത്. ഇതിൽ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു കുറവുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നല്ല സെറ്റ് സാധനമായിരുന്നു. ഇതാണ് നല്ല മണം വന്നായിരുന്നു തുറന്ന സമയത്ത്. പിന്നെ ഇതതിനൊപ്പം കൊടുത്തു.